നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖറൊക്കെ ഷെയർ ചെയ്തത്. ഇനി എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ച മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ ഒരുപാട് ഹിറ്റ് ഗാനങ്ങളാണ് പുള്ളിക്കാരൻ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഓം ശാന്തി ഓശാന, തട്ടത്തിൻ മറയത്ത്, അങ്ങനെ ഒരുപാട് വിരലിന് എണ്ണാവുന്നതിനും അപ്പുറം ഹിറ്റ് സോങ്സ് ഒക്കെയാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പുള്ളിക്കാരനെ കുറിച്ച് സംസാരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരനെതിരെയും പുള്ളിക്കാരന്റെ വൈഫിനെതിരെയും വലിയ രീതിയിലുള്ള അലിഗേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുള്ളിക്കാരൻ കൊച്ചിയിൽ വെച്ച് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. വിനീത് ശ്രീനിവാസൻ അടക്കം വലിയ താരങ്ങൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആ പ്രോഗ്രാം നടന്നത്. ആ പ്രോഗ്രാമിന്റെ കുറച്ച് രംഗങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യാം. അപ്പൊ ഇതായിരുന്നു പ്രോഗ്രാം കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിന്റെ വലിപ്പം എത്രത്തോളം ആണെന്ന്. എന്തായാലും പരിപാടി വലിയ രീതിയിൽ തന്നെ സക്സസ് ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടാവും, ഇതെന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയാം. ഈ മാനേജ് ചെയ്തിരുന്നത് അറോറ എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു. അതിന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. അത്യാവശ്യം പ്രോഗ്രാം ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു ടീമാണിത്. ഇത്രയും വലിയ ഒരു പ്രോഗ്രാം മാനേജ് ചെയ്യണമെങ്കിൽ ചെറിയ കഴിവൊന്നും പോരല്ലോ. എന്തായാലും അവരുടെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ ഇവിടെ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം മാനേജ് ചെയ്യാനായിട്ട് ഒറോറ കമ്പനിക്കാര് ഷാൻ റഹ്മാനോട് ആവശ്യപ്പെട്ടു 38 ലക്ഷം രൂപ. പിന്നെ അത് തരാമെന്ന് ഷാൻ റഹ്മാൻ പറയുകയും ചെയ്തു. ഇവിടെ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇവർ അതിനൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ പ്രോഗ്രാം ഒക്കെ മാനേജ് ചെയ്യുന്ന സമയത്ത് അവര് ഇതുമായിട്ട് സംബന്ധിച്ച ഒരു എഗ്രിമെന്റ് ഒക്കെ വായിക്കേണ്ട കാര്യമുണ്ട്. അത് അത്യാവശ്യമാണ്. അപ്പോ ഇവിടെ അവരത് ചെയ്തില്ല. ഒരു വാക്കാൽ ഒരു എഗ്രിമെന്റ് മാത്രം ചെയ്തുള്ളൂ. ചിലപ്പോ ഈ ഷാൻ റഹ്മാനും ഈ ഒറോറയുടെ പിന്നെ ഓണറും തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലായിരിക്കും. അതായിരിക്കാം ചിലപ്പോ എഗ്രിമെന്റ് ഒന്നും എഴുതാഞ്ഞത്. നീ ചെയ്തോടാ, ഞാൻ സെറ്റ് ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞു കാണും. അല്ലാതെ ഈ ഒരു മാനേജിങ് കമ്പനിയും ഇതുപോലെ ഇത്രയും ലക്ഷം രൂപ വാക്കാൽ പറഞ്ഞ് മാത്രം ചെയ്യത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നു. പക്ഷെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷാൻ റഹ്മാൻ നൈസായിട്ടൊന്ന് മൂവി. ഒറോറ കമ്പനിക്ക് പൈസയും ഒരു തേങ്ങാക്കൊലയും കൊടുത്തില്ല. ചുരുക്കി പറഞ്ഞാൽ നൈസായിട്ട് ഒരു വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് മാത്രം. അപ്പോ ഈ ഒറോറ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ലിജോ കരഞ്ഞുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടുനോക്കാം. പെട്ട അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഷാൻ റഹ്മാൻ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു, പക്ഷെ പുള്ളി എന്നെ കൂടെ നിർത്തി ചതിക്കുക ചെയ്തത്. ഷാനിക്കായാലും ശരി, സൈറയത്തായാലും ശരി, രണ്ടുപേരും ഒരുമിച്ച് നിർന്ന് നമ്മളെ പറ്റിക്കുക ചെയ്തത്. കാരണം വീട് 2025 ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത്. ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് വീരയുടെ. ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല ബ്രോ. പൈസ ചോദിച്ചപ്പോഴത്തേന് പ്രൊമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള സംസാരം പറയുന്നത്. ഇതൊരുമാതിരി പണം ചോദിക്കുന്ന സമയത്ത് തിരിഞ്ഞു നിന്ന് കൊഞ്ഞിനെ കുത്തുന്ന പോലെ ആയിപ്പോയി. നിനക്ക് എന്തിനാ പൈസ? ഞങ്ങളുടെ പ്രോഗ്രാം ചെയ്തപ്പോ നിനക്ക് ഒരുപാട് പ്രൊമോഷൻ കിട്ടിയില്ലേ? അതുവഴി നിന്റെ കമ്പനിക്ക് ഒരുപാട് വർക്കുകൾ വരില്ലേ എന്ന രീതിയിലായി ഷാൻ റഹ്മാന്റെ സംസാരം. എന്തായാലും ഇതൊരു വല്ലാത്ത ഒരു മൂഞ്ചിക്കലായി പോയി ഷാനിക്ക. ഇങ്ങനെയൊക്കെ ഒരാളെ പറഞ്ഞു പറ്റിക്കാൻ പാടുണ്ടോ? ഒന്നെങ്കിൽ ഷാൻ റഹ്മാൻ ഇവിടെ മുൻകൂട്ടി പുള്ളിക്കാരനെ വിശ്വാസവഞ്ചന കാണിച്ചതാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഇയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും പ്രോഗ്രാം നടത്തിച്ചിട്ട് ചിലപ്പം പുള്ളിക്കാരൻ മനസ്സിൽ വിചാരിച്ചു കാണും പൈസ കൊടുക്കാതെ മുങ്ങിക്കളഞ്ഞേക്കാന്ന്. വർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ വിഷയമില്ലല്ലോ. അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ ചിലപ്പം പുള്ളിക്കാരൻ എഗ്രിമെന്റ് എഴുതാനായിട്ട് വിസമ്മതിച്ചത്. അതും ഈ ഒരു എഗ്രിമെന്റ് വാക്കാലെയായിരുന്നു കൊടുത്തത്. പരിപാടിയെല്ലാം നടന്ന് നല്ല രീതിയിൽ ക്യാഷ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ നൈസായിട്ട് ഇവന്റെ അടുത്ത് നിന്ന് മുങ്ങിയേക്കാന്ന് വിചാരിച്ചു കാണും. എന്തായാലും രണ്ടായാലും അത് വിശ്വാസവഞ്ചന തന്നെയാണ്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ ഈവന്റ് മാനേജ്മെന്റിന്റെ ഒരു മെനക്കേടിനെ കുറിച്ചാണ്. 38 ലക്ഷം രൂപ ഇവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി സെറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് ഏകദേശം ഒരു 15 ലക്ഷം രൂപയെങ്കിലും മുതൽ മുടക്കായിട്ടുണ്ടാവും. ഈ സ്റ്റേജും സെറ്റിംഗ്സും സൗണ്ടും ലൈറ്റ്സും എല്ലാം കൂടെ ഒരു ഏകദേശം 15 ലക്ഷത്തിന് മേലിൽ പോയില്ലെങ്കിലേ ഉള്ളൂ. പൈസയുടെ നഷ്ടം മാത്രമല്ല, 1-2 ആഴ്ചത്തെ മെനക്കേടും ഉണ്ടാവും. എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ട് ഈ മാനേജ്മെന്റ് ടീം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് കൈ ഒഴിയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. ഭയങ്കര ഒരു ചെറ്റത്തരം തന്നെ ആയിപ്പോയി. അറ്റ്ലീസ്റ്റ് അവരുടെ മെനക്കേടെങ്കിലും ഒന്ന് പരിഹരിക്കാമായിരുന്നു. ഈവന്റ് മാനേജ്മെന്റ് മാത്രമല്ല, ഈ ഒറോറ കമ്പനി എന്ന് പറയുന്നത് ഈവന്റ് മാനേജ്മെന്റ് മാത്രമല്ല കേട്ടോ ചെയ്തത്. ഈ അതിഥികളായിട്ടുള്ളവരുടെ ഫുഡ്, ട്രാവല്, അക്കോമഡേഷൻ, ഇതിനുള്ള എക്സ്പെൻസ് എല്ലാം അവരാണ് വഹിച്ചത്, ആർട്ടിസ്റ്റുകളുടെ മൊത്തം. ഇനി ഈ ഒരു പ്രോഗ്രാമിന്റെ മൊത്തം റവന്യൂ എടുത്ത് നോക്കുവാണെങ്കിൽ 35 ലക്ഷം രൂപ ഇവർക്ക് സ്പോൺസർഷിപ്പിലൂടെ മാത്രം കിട്ടിയിട്ടുണ്ട്.
40 ലക്ഷം രൂപയുടെ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് മാത്രം വിറ്റുപോയിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് ചുരുക്കി പറഞ്ഞ ഒരു കോടിക്കണക്കിന് തന്നെ ഇൻകം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 35 ലക്ഷം രൂപ ഇവർക്ക് എടുത്ത് കൊടുക്കാനാണ് ഇത്ര പാട്. എന്തായാലും തനിക്ക് പറ്റിയ ചതിയെ കുറിച്ച് ഒറോറ കമ്പനിയുടെ ഓണറായ ലിജോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതുകൂടെ കേട്ടുനോക്കാം. എത്രത്തോളം കടപ്പെട്ട് ഒരു ഷോ കാരണം ചെറിയൊരു എമൗണ്ട് അല്ലേ ഇവരെന്നെ പറ്റിച്ചത്. 38 ലക്ഷം രൂപയാണ്. ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുക്കാനുണ്ട്. എനിക്കറിയില്ല ബ്രോ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയല്ല ഞാൻ ഇപ്പം നിൽക്കുന്നത്. എല്ലാ രീതിയിലും അവരെന്നെ മാനസികമായിട്ട് തകർത്ത് അവർ തുടക്കം മുതൽ അവരെന്നെ പറ്റിക്കണമെന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് പറ്റിക്കണമെന്ന മെന്റാലിറ്റിയിലാണ്. ഞാൻ നവംബർ 26 തൊട്ട് എഗ്രിമെന്റ് ചോദിക്കുന്നു. പ്രോപ്പർ എഗ്രിമെന്റ് തരുന്നില്ല. ഏറ്റവും അവസാനം ഷാൻഡ്രോമാണ് ഡയറക്റ്റ് പോയി കണ്ടു. ഞാൻ എഗ്രിമെന്റ് ഞാൻ ഒരു വട്ടം ബാക്കൗട്ട് ചെയ്ത് ജനുവരി 12 ഞാൻ ബാക്കൗട്ട് ചെയ്തു. ഞാൻ ചെയ്യുന്നില്ല, എഗ്രിമെന്റില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു കൂട്ടത്തിലുള്ള നിമിഷനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ഷാനിക്കയോട് സംസാരിക്കാൻ ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ഷാനിക്കയെ വിളിച്ച് ഷാനിക്കയെ വിളിച്ചിട്ട് ഷാനിക്കോടെ നേരിട്ട് കടന്ന് സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു. ഞാൻ പറഞ്ഞു ഷാനിക്ക ഞങ്ങളുടെ ഞാൻ ബാക്കൗട്ട് ചെയ്യാം, ഒരു രൂപ എനിക്ക് കളയാനില്ല ഷാനിക്ക, ഞാൻ ബാക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ തോന്നി 2 ദിവസം നിനക്ക് എല്ലാം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. ഷാനിക്ക വന്നിട്ടും ആയില്ല. അതിന് വീണ്ടും ഞാൻ 18 തീയതി രാത്രി ഷാനിക്ക നേരിട്ട് പോയി കണ്ടു. അന്ന് എൻ്റെ കൂട്ടത്തിൽ ഗിറ്റാറിസ്റ്റ് ആകാശിനെ കൊണ്ട് വിളിച്ചുകൊണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടു. ഷാനിക്ക ഇനി ആയില്ല, ഞാൻ ബാക്കൗട്ട് ചെയ്യും, എനിക്ക് ഷോ ചെയ്യാൻ താല്പര്യമില്ല, കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രോപ്പർ എഗ്രിമെന്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു. ഷാനിക്ക പറഞ്ഞു നാളെ രാവിലെ നിനക്കെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 19 രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു. ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നു. എറണാകുളത്തുനിന്ന് തേവരേന്ന് ഇറങ്ങുന്ന സമയത്ത് ഷാനിക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാനിക്കയുടെ വൈഫ് സൈറായത്തേക്ക് മൈഗ്രൈന ഭയങ്കര മീറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുവാടാ, നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് കൂടണ്ടെന്ന്, നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തേനെ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു. ഞാനത് കേട്ടു. സുഖമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ബ്രോ പറയുന്നത്? ഞാൻ ഓക്കെ അത് കേട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അന്ന് തന്നെ വിളിച്ചില്ല. പിറ്റേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു, എടുത്തില്ല. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് നീ ഒരു ടെൻഷനും വേണ്ട, ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം, നിന്റെ ലാഭം നഷ്ടമല്ല, നിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ തരാം, 35 lakhs ഞാൻ തരാന്നുള്ള രീതിയിൽ പുള്ളി. ചുരുക്കി പറയുവാണെങ്കിൽ വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം തന്നെയാണ് ഇതൊക്കെ ചെയ്തത് അല്ലെ? നിങ്ങൾ എന്നെ ആലോചിച്ചോ, ഓരോ തവണയും ഈ ഷാൻ റഹ്മാന്റെ അടുത്തേക്ക് ഈ ലിജോ എഗ്രിമെന്റ് എഴുതാനായിട്ട് പോകുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഓരോ ന്യായം പറഞ്ഞും ആ എഗ്രിമെന്റ് എഴുതുന്നത് മുടക്കുമായിരുന്നു. ആദ്യം വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ ബിസിയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് വായുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ ചെന്ന് അടുത്ത ദിവസം ഞാൻ അപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെന്നപ്പോ പറഞ്ഞു ഭാര്യക്ക് സുഖമില്ല, തലവേദനയാണ്, നീ രാത്രിയോ വൈകുന്നേരമോ എങ്ങാനും വിളിക്കുന്നു. അങ്ങനെ രാത്രിയും വൈകുന്നേരം ഒക്കെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അടുത്ത ദിവസമാണ് ആ പുള്ളി മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ പറഞ്ഞ് എങ്ങനെയോ എഗ്രിമെന്റ് ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തു പുള്ളിക്കാരൻ. അവസാനം മൂഞ്ചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പൈസ കിട്ടിയില്ല എന്ന് ഉറപ്പായപ്പോ തന്നെ നിരന്തരം ഈ ഒറോറ കമ്പനിയുടെ ഓണറും അല്ലാതെ ബാക്കിയുള്ളവരും എല്ലാം ഈ ഭാര്യനെയും ഷാൻ റഹ്മാന്റെ ഭാര്യനെയും ഷാറഹ്മാനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞു വിളിച്ചു. അങ്ങനെ ഒരുപാട് വിളിച്ച് ഷാനിന് ബുദ്ധിമുട്ടായെന്ന് തോന്നിയ സമയത്ത് ഷാൻ എന്ത് ചെയ്തു? ഇവനൊരു വോയിസ് ക്ലിപ്പ് അയച്ചു. എന്തായാലും അതിപ്പോ പുറത്തായിട്ടുണ്ട്, അതൊന്ന് കേട്ടോക്കാം. നിജു, വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഞാനിനി നിജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ തീരുമാനിച്ചു. കാരണം സൈറ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു സമാധാനവും എന്റെ ഭാര്യക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, അയാൾക്ക് 38 ലക്ഷം രൂപ കിട്ടാറുണ്ടെങ്കിൽ അയാൾ അതല്ലേ പറയത്തുള്ളൂ. അതല്ലാണ്ട് വിളിച്ചിട്ട് ചോദിക്കൂ എമ്പുരാന്റെ പുതിയ ട്രെയിലർ കണ്ടോന്ന്. ഓരോ തവണ വിളിക്കുമ്പോഴും അയാൾ കിട്ടാനുള്ള പൈസയെ കുറിച്ച് മാത്രമേ ചോദിക്കുള്ളൂ. ആരായാലും അങ്ങനെ തന്നെയല്ലേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നത് വരെ അയാൾ അത് ചോദിച്ചോണ്ടേയിരിക്കും. ബാക്കി കൂടെ കേൾക്കാം. ഇതൊന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല. ഓക്കെ, ഇന്നലെ രാവിലെ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അഗൈൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവള് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും. കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായല്ലോ? മനസ്സിലായെങ്കിൽ ആ കൊടുക്കാനുള്ള പൈസ അങ്ങ് കൊടുത്ത് കൂടെ. ഇവിടെ ഷാൻ റഹ്മാൻ നായികയ്ക്ക് 40 വെട്ടോ ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയുന്ന കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷാൻ റഹ്മാനും ഇപ്പൊ ഇത് തന്നെയാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന എവിടെയും എത്താൻ പോകുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാ? എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. അവള് ഇടാനുള്ള 20 ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണ്ടോ പിന്നാക്ക് പറഞ്ഞു. 20 ലക്ഷമോ? അതെവിടെ നിന്ന് ഇപ്പൊ 20 ലക്ഷത്തിന് കണക്ക്? കിട്ടാനുള്ളത് 38 ലക്ഷം രൂപയാണ്. എന്നിട്ട് ഇപ്പൊ 20 ലക്ഷം രൂപയുടെ കണക്കാണല്ലോ പറയുന്നത്. എന്തായാലും അത് ഷാൻ റഹ്മാൻ തന്നെ പറയട്ടെ. പുള്ളിക്കാരനെങ്കിലും ഇതിനുള്ള എക്സ്പ്ലനേഷൻ തരുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ ഇനി സൈറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ
I will go against, I will go against you. Zaira will file a case against you. ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല, നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അപ്പൊ അവസാനത്തെ അടവാണ് അത്, ഭാര്യനെ കൊണ്ട് ഹറാസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുപ്പിക്കാവുന്നു. എന്തായാലും ഷാൻ റഹ്മാന്റെ ഉള്ളിലിരിപ്പ് കൊള്ളാം. എന്തായാലും കയ്യിലുള്ളത് പോയെന്ന് കാണുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ കൊണ്ട് അങ്ങോട്ട് ഒരു കേസ് കൊടുപ്പിക്കുക. അതാണല്ലോ ഇപ്പോഴത്തെ പതിവ്. അപ്പൊ എന്തായാലും ഈ കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയോ? ലിജോ അങ്ങോട്ട് തിരിച്ചൊരു കേസ് കൊടുത്തു, വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞു. അതെന്തായാലും വളരെ നന്നായി. ബാക്കിയും കൂടെ കേൾക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അറോറ ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല, ഉദയം അറിയാം, അറോറ ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക്, അതല്ല ഇവിടെ ടോപ്പ്. പറഞ്ഞത് ശരിയായിട്ടില്ലല്ലോ. നിങ്ങളുടെ ഒരു കമ്പനിയെ താഴ്ത്തി കിട്ടുന്ന പോലെ ആയില്ലേ? ആ ഒരു കമ്പനി ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളുടെ ഈവന്റ് അടിപൊളിയായിട്ട് നടന്നത്. അതൊന്ന് ആലോചിക്കണം. ഈ കമ്പനി വലിയൊരു പങ്ക് വഹിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം അത്രയും വളരെ മനോഹരമായത്. എന്തായാലും ആ ഒരു കമ്പനിയെ കുറിച്ച് ഇങ്ങനെ അപമാനിച്ചത് ഒട്ടും ശരിയായില്ല. അവരൊരിക്കലും പ്രൊമോഷന് വേണ്ടിയല്ല നിങ്ങളെ സമീപിച്ചത്. ചെയ്ത പണിക്കുള്ള കാശ് കിട്ടണം. അത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവാതെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ബാക്കിയോടെ കേൾക്കാം. ഇനി എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു, നിന്നെ ഞാൻ വെറുതെ ഓക്കെ. എന്തായാലും ഭാര്യയോടുള്ള സ്നേഹം വളരെ നല്ലതൊക്കെ തന്നെയാണ്. അത് നിങ്ങളുടെ ഓരോ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെ ഭാര്യയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ ആ ഭാര്യ സ്നേഹം എന്ന് പറയുന്നത് ഒരാളെ വഞ്ചിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് മിസ്റ്റർ ഷാൻ റഹ്മാൻ. എല്ലാവരും ഇവിടെ നെറ്റോട്ട് ഓടുന്നത് ജീവിതത്തിന്റെ നാലറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സേവനം ചെയ്തു തരുന്ന സമയത്ത് ഒരിക്കലും അവരോട് വിശ്വാസവഞ്ചന കാണിക്കരുത്. അത് തന്നെ ഏറ്റവും വലിയ തെറ്റുതരവാണ്. എന്തായാലും അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സ്വന്തം തോളിൽ കൈവിട്ടുകൊണ്ട് നടക്കുന്ന ബെസ്റ്റിയോടാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്തായാലും കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാവും. ഇല്ലെങ്കിൽ ഇതേപോലെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനുഷ്യനല്ലേ, എപ്പോ മനസ്സ് മാറുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് തോളി കൈയിട്ട് നടക്കുന്ന നാളെ മനുഷ്യന്റെ ശത്രു. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.